ആ വെട്ടിനെ വലിയൊരു ഗ്യാപ്പാക്കി മാറ്റുന്നതിൽ അനുദിവസം പോകുന്തോറും ഓരോ നിമിഷം പോകുന്തോറും നമ്മുടെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി അവിടെ ക്യാമ്പ് ചെയ്യും പോലെ ചെയ്യുകയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും. അപ്പോൾ തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആയാലും അത്ഭുതമില്ല എന്നുള്ളൊരു പുതിയ രാഷ്ട്രീയമാണ് ബീഹാറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഒരു സൈഡ് എഡ്ജിൽ അല്ലെങ്കിൽ ഒരു മാർജിനിൽ ചിലപ്പോൾ BJP NDA വന്നേക്കാം, അത് വേറെ കഥ. എന്നാലും ഒരു തൂത്തുവാരൽ, സ്വീപ്പ് വിക്ടറി എന്നൊക്കെ പറയുന്ന ഒരു തൂത്തുവാരൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അവിടെ തേജസ്വി യാദവ് വളരെ ഗൗരവമായി രംഗത്തുണ്ട്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന സംഘർഷം മാറിയിട്ടുണ്ട്. കോൺഗ്രസും വളരെ ശക്തമായി ഒരു ഏകീകൃത രൂപത്തിലേക്ക്, വിശാല സഖ്യത്തിലേക്ക് വന്നിട്ടുണ്ട്, മഹാസഖ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവിടെ കോൺഗ്രസും തേജസ്വി യാദവും കൂടിയുള്ള പാർട്ടിയും മറ്റ് കുഞ്ഞു പാർട്ടികളും കുഞ്ഞന്മാരും കൂടെ ചേരുമ്പോൾ ഒരു പക്ഷേ ബീഹാറിൻ്റെ ഭരണം പിടിച്ചെടുത്താലും അത്ഭുതപ്പെടാനില്ല. കാര്യങ്ങൾ ആ ദിശയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചതോടുകൂടി അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം 100% ഉൾട്ടടിച്ചു, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു. അത് 90 ഡിഗ്രിയും തിരിഞ്ഞു. കൃത്യമായി ഒരു വശത്ത് മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ വെച്ചുകൊണ്ടും മറുവശത്ത് മുഖ്യമന്ത്രി ആരെന്നറിയാത്ത ഒരു തെരഞ്ഞെടുപ്പായി ബീഹാർ മാറ്റിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു, തേജസ്വി യാദവിൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള മത്സരമായി ഇത് മാറിയിട്ടുണ്ട്. അട്ടിമറി നടക്കുമോ ബീഹാറിൽ? അങ്ങനെ അട്ടിമറി നടന്നാൽ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അവിടെ പോവുകയും മഹാറാലികളെയൊക്കെ അഭിസംബോധന ചെയ്യുകയും വീണ്ടും BJP NDA സഖ്യത്തിനെ ജയിപ്പിക്കണമെന്ന്, നമ്മുടെ നിതീഷ് കുമാർ സഖ്യത്തെ ജയിപ്പിക്കണമെന്നും NDA ഗവൺമെൻറ്റിനെ കൊണ്ടുവരണമെന്നുമൊക്കെ വളരെ വിശാലമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ജനങ്ങൾ അത് എടുത്തിട്ടുണ്ടോ? കാരണം ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി കൂടുന്നിടത്തും തേജസ്വി യാദവ് കൂടുന്നിടത്തുമൊക്കെ വലിയ ജനക്കൂട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാമെന്നറിയില്ല.